ഹായ് ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയാണോ? ഞാൻ ഇന്നൊരു തോരൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അല്ലേ. അപ്പോൾ ഞാനിതൊരു നോൺ വെജ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്, ചിക്കൻ തോരൻ. അപ്പോൾ നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുന്നതൊന്ന് കാണിക്കുന്നു, അത്രമാത്രം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിക്കുന്നവർക്ക് ഒരൊറ്റ വിസിലോടുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, സവോള, പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമേ. ഞാനിവിടെ തോരൻ വെക്കാനായിട്ടേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തേക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു വലിയ സവോളയാണ് എടുത്തത്. സവോള മാത്രമായിട്ട് നമുക്ക് തോരൻ വെക്കാവുന്നതാണ്, പക്ഷേ ഞാനിവിടെ ഒരു പിടി ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2-3 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം, അതായത് ഒന്ന് ബ്രൗൺ കളർ ആവണമെന്നില്ല, പച്ചമണം മാറിയാൽ മതി. പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, സവാളയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ പറഞ്ഞ കൂട്ടി ഇതും അങ്ങ് ബ്രൗൺ കളറായി വരണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ആ സമയത്ത് തന്നെ നമുക്ക് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇതിനകത്തേക്ക് വേണം, വളരെ കുറച്ച് മല്ലിപ്പൊടി മതി. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ചെറിയ രീതിയിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് തീ കുറച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ചിക്കനിലേക്ക് ഈ പൊടികളുടെ, അതായത് ഈ ഒരു മസാല എല്ലാം ഒന്ന് മിക്സ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതെ, ഇപ്പോൾ നമ്മുടെ തോരൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഇതിനകത്തേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മുടെ തീയൊന്ന് വളരെ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനിതിനകത്ത് കളറില്ല എന്ന് കണ്ടതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരനൊരു രസം വേണ്ടേ കാണാൻ. തേങ്ങ ഇട്ടപ്പോഴേക്കും നമ്മുടെ ആ ഒരു മുളകിൻ്റെ അളവ് വളരെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലയും കൂടെ തൂക്കിയെടുത്തു. ഇപ്പോഴത്തേ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ.